നമ്മുടെ ഈ ഇടത് സർക്കാരിൻ്റെ ഭരണം മാറി സതീശൻ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അകത്തളങ്ങളിലൊക്കെ വലിഞ്ഞു കയറാനായിട്ട് കുറേ അച്ഛന്മാർ കച്ചമുറുക്കി നടപ്പുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്, ഓരോ സർക്കാർ മാറുമ്പോഴും. പിന്നെ പെട്ടെന്ന് അവതാരങ്ങളെന്ന് പിണറായി വിശേഷിപ്പിച്ചവരും വരും, ഉദ്യോഗസ്ഥന്മാർ. ഇത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് ഈ അവതാരങ്ങൾ. ഈ അവതാരങ്ങൾ ഒന്ന് രാജമാണിക്യം, അതുപോലെ സഞ്ജയ് കൗശിക് തുടങ്ങിയിട്ടുള്ള സഞ്ജയ് കൗശിക് കേരള IAS ഉദ്യോഗസ്ഥനായിരുന്നു. അതെ, ഇദ്ദേഹം ഇവിടെ നിന്ന് ലീവ് എടുക്കാതെ കണ്ട് പോയിട്ട് എത്രയും നാളത്തെ ഏതാണ്ട് അബ്സ്കോണ്ടിങ് അവസ്ഥയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. അപ്പൊ ഈ ജയതിലക് എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി ജൂൺ 30 അറിയും. ഈ ജൂൺ 30 വിരമിക്കുമ്പോൾ ഇയാള് അതിനു മുമ്പ് ഭരണം മാറുമെന്ന് മനസ്സിലാക്കി ഇയാൾ തിരിച്ചു വരാൻ ഒരു നീക്കം നടത്തി, ഈ സഞ്ജയ് കൗശിക്. അപ്പം അദ്ദേഹം ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുടെയും അവിടെ ഓഫീസുകളിലും അവിടെ ഇവിടെ എല്ലാം കയറി ഇറങ്ങി അടുത്ത ചീഫ് സെക്രട്ടറി ആയിട്ട് മടങ്ങി വരാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തി. അപ്പോൾ ഈ വിവരം നമ്മൾ അറിഞ്ഞായിരുന്നു. അതിനൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി സെക്രട്ടറി ആയിട്ട് വരാനായിട്ട് എം ജി രാജമാണിക്യം. അപ്പോൾ ഈ രാജമാണിക്യത്തിൻ്റെയും ഈ സഞ്ജയ് കൗശിക്കിൻ്റെയും രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് അത്ര ഫെയർ അല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തു, നമ്മൾ ഒന്നിലധികം വീഡിയോകൾ ചെയ്തു. സതീശൻ ഇത് സൂക്ഷിക്കണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. എന്തായാലും ഈ രണ്ടുപേരുടെയും നിയമനങ്ങൾ ഒഴിവായി. നമ്മളുടെ ഈ വീഡിയോ ചെന്നപ്പോഴാണ് ഇവരെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായത്. അതോടുകൂടി അവരുടെ ഇത് ഒഴിവായിട്ടിപ്പോൾ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയും KR ജ്യോതിലാൽ, പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന KR ജ്യോതിലാൽ, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ജ്യോതിലാലിനായിരിക്കാൻ സാധ്യത കൂടുതൽ. കാരണം വിശ്വാസിനിയുടെ പേരിൽ വേറെ ഒരുപാട് ആരോപണങ്ങളും ഗുസ്തിയൊക്കെ വന്നിട്ടുള്ളതാണ്. പല ആരോപണങ്ങൾ അയാളുടെ പേരിൽ വന്നിട്ടുണ്ട്. ജ്യോതിലാലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേര് അങ്ങനെ ആരോപണം വന്നിട്ടുള്ള ഒരാളല്ല, ഫെയറാണ്, സീനിയർ ഉദ്യോഗസ്ഥനാണ്. ഇപ്പൊ തന്നെ ധവളപത്രം ഇറക്കുന്ന ആ കമ്മിറ്റിയിൽ അദ്ദേഹവും ഉണ്ട്. അപ്പം വളരെ വിശ്വസനാണ്. ഒരു സർക്കാരുമായിട്ടും വഴിവിട്ട ഒരു മമതയോ അങ്ങനെയൊന്നും ഉള്ളത്. അദ്ദേഹം വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളാണ് കേട്ടോ, IIT പഠിച്ചത്, അങ്ങനെ എന്തൊക്കെയാണ്. അദ്ദേഹം വളരെ കൊല്ലത്തുകാരനാണ് അദ്ദേഹം. എന്താണെങ്കിലും ഇപ്പം ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ രണ്ട് ആശാന്മാരുടെ കൈ സ്വയം സഞ്ജയ് കൗശിക് സ്വയം വലിഞ്ഞു. അദ്ദേഹം കേന്ദ്ര കേഡറിൽ അദ്ദേഹത്തിന് മടങ്ങി വരാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. മടങ്ങി വന്നാൽ ചീഫ് സെക്രട്ടറി ആയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി കിട്ടുകയില്ല. വേറെ ഒന്ന് രണ്ട് ചീഫ് സെക്രട്ടറി ആവാൻ യോഗ്യതയുള്ളവർ കേന്ദ്ര കേഡറിലെ മറ്റെവിടെയൊക്കെയാണ്, അവരാരും തിരിച്ച് വരുന്നില്ല. ഏതോ ഒരു ജോഷി ഒക്കെ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ രണ്ട് പേര് ഇപ്പം നമ്മൾ അന്ന് തന്നെ പറഞ്ഞാണ്, രാജമാണിക്യത്തിൻ്റെ വിഷയം പറഞ്ഞതാണ്. രാജമാണിക്യവും ഭാര്യ നിശാന്തിനി രണ്ടു കൂട്ടരും രണ്ടുപേരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് വളരെയധികം അവർക്ക് വേണ്ടി വിടുപണി ചെയ്തു കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമുക്കും അനുഭവമുണ്ട്. മറുനാടനെതിരെ ഒരു കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യാൻ പത്തനംതിട്ട SP ആയിരിക്കുമ്പോൾ നിശാന്തിനി കൂട്ടുനിന്നതാണ്. ഇവരിലെ തൊടുപുഴയുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ ഇടിച്ചു. അവസാനം അയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്ത ആ കേസിൽ നൂരിയിട്ടാണ് ഇവരിപ്പം പ്രൊമോഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ രാജമാണിക്യത്തെ വെളിയിൽ നിന്ന് നോക്കുന്നവർ വിചാരിക്കും രാജമാണിക്യം ഒരു നീതിമാനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി സെക്രട്ടറി സ്ഥാനം കിട്ടാതെ പോയി. അതിൽ ആ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, നമ്മുടെ ഇപ്പോൾ വന്ന രക്തൻ ഖേൽക്കറിന് മുമ്പ് നടന്ന നിയമനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അല്ല, എന്തോ ഒരു ഉമേഷ് എന്ന് പറയുന്ന ആളാണ് വന്നത്. അപ്പോൾ അതിനുശേഷം ഈ രാജമാണിക്യം ആഭ്യന്തര സെക്രട്ടറി സ്ഥാനം കിട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അതും പുള്ളിക്ക് കിട്ടിയിട്ടില്ല. അതിനുള്ള ഒരു ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതിനിടയിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. അതെ, പ്രശാന്തും ഡോക്ടർ BHO. പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരും ഇടത് സർക്കാരിൻ്റെ കാലത്ത് അവിടെ നടന്നിട്ടുള്ള അഴിമതികളും ക്രമക്കേടുകളും എതിർക്കുകയും അത് തുറന്നു പറയുകയും അത് പൊതുജനങ്ങളുടെ മുന്നിലെത്തിക്കുകയും ചെയ്തു. അവരെ ഭയന്നിട്ടാണ് പിണറായി വിജയൻ അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്തേക്ക്. അതിൽ ഏറ്റവും കൂടുതൽ ഭയം പ്രശാന്തിനെയായിരുന്നു. അത് ജയതിലകിനായിരുന്നു ഭയം. ജയതിലകിനെതിരെ പരസ്യമായി വെല്ലുവിളിച്ച് അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ. മാത്രമല്ല, ഓർമ്മയുണ്ടായിരിക്കും, അദ്ദേഹം ഈ കോഴിക്കോട് കളക്ടറായിരുന്ന സമയത്ത് MK രാഘവൻ MP ആയിട്ട് അദ്ദേഹം ഏറ്റുമുട്ടിയിരുന്നു. ഈ ജയതിലകല്ല ഈ പിന്നെ പ്രശാന്ത് ഏറ്റുമുട്ടി. ഒരുപക്ഷെ
കോൺഗ്രസിലെ എം കെ രാഘവൻ പ്രധാന നേതാവാണ്, എം പിയാണ് അദ്ദേഹം. ഒരുപക്ഷെ കോൺഗ്രസ് ഒരു ഭാഗം ചിലപ്പോൾ ഈ കാര്യത്തിനെ എതിർക്കുന്നുണ്ടായി. പക്ഷേ ഡോക്ടർ ബി അശോകൻ അത്തരം പ്രശ്നമൊന്നുമില്ല. അശോകൻ്റെ നിസ്സാര പ്രശ്നമാണ്. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പലതവണ നീട്ടിയില്ലേ, 7-8 തവണ നീട്ടിയില്ലേ, നീട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് തലേന്നും ഒരു സസ്പെൻഷൻ, 7-8 സസ്പെൻഷനാണ് കിട്ടിയില്ലെങ്കിൽ ഓരോ അതിനുള്ള സംഭവിച്ചത്. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്നറിയാം. ഇപ്പം തന്നെ നമ്മൾ പലരും മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട്. അത് അദ്ദേഹത്തിനും അറിയാം, ആർക്ക് ബി ഡി സതീശനും അറിയാം, അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കറിയാം, അങ്ങനെയുള്ള ഓരോ ഭാരവാഹിത്വങ്ങളിൽ ഇരിക്കുന്നവർക്കറിയാം. ഈ പറയുന്ന ആൾക്കാർ കളങ്കിത വ്യക്തിത്വങ്ങൾ ധാരാളം ഉണ്ട്. ആ കളങ്കിത വ്യക്തിത്വങ്ങളെ ഒഴിവാക്കി നിർത്തണം. അതാണ് പിണറായി വിജയൻ അധികാരത്തിലേർക്കുമ്പോൾ ഓർക്കുന്നുണ്ടോ, ആദ്യം ഫസ്റ്റ് പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നത്, അതായത് VS അച്യുതാനന്ദനെ കാണിച്ച് തെരഞ്ഞെടുപ്പ് വിജയിച്ച ശേഷം അധികാരത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടനെ പിണറായി വിജയൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അവതാരങ്ങളെ ഞങ്ങൾ എൻ്റെ പേരും പറഞ്ഞ് ചില അവതാരങ്ങൾ നിങ്ങളെ മുന്നിൽ അവരെ. പക്ഷേ ആ പറഞ്ഞത് നടന്നില്ലെന്ന് മാത്രമല്ല, അവതാരങ്ങൾ മാത്രമായി വിളയാട്ടം കൊണ്ടാണ് പിണറായിക്ക് ഇന്ന് ഈ ഗതികേട്, പിണറായിക്കും CPM-നുള്ള ഈ ഗതികേട് സംഭവം. ദശാവതാരങ്ങൾ കഴിഞ്ഞിട്ട് അവതാരങ്ങൾ വരെ ഉണ്ടായി. അത് 100 കണക്കിന് അവതാരങ്ങൾ വന്നു. പ്രധാനപ്പെട്ട അവതാരങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഇദ്ദേഹത്തിനെ ഇന്ന് ഈ ഗതിയിലാക്കി കൊണ്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി VD സതീശനും ഈ UDF സർക്കാരിനും ഇതേപോലെയുള്ള ഗതികേട് വരാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. അല്ല, ഒരുപാട് സമ്മർദ്ദം 4 ഭാഗത്തു നിന്ന് ഇവരെല്ലാം ചെലുത്തി. ഇത്തരത്തിലുള്ള അഴിമതിക്കാർ അല്ലെങ്കിൽ കുഴപ്പക്കാർ, തൻകാര്യം കാണാൻ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരുടെ കാലം പിടിക്കുവർ, ആരുടെ കാലം പിടിച്ചവർ സ്ഥാനമാനങ്ങൾ നേടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ മര്യാദ ഉള്ള പുറകോട്ട് പിന്തള്ളപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രയോ കേരളത്തിൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ രമേശ് ചന്ദ്രഭാനു എന്നൊരു മിടുക്കൻ ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്ദ്രഭാനു കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. രമേശ് ചന്ദ്രഭാനു IG ആയിരുന്നു, DGP. പക്ഷേ അദ്ദേഹത്തെ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ DGP ആക്കിയിട്ടില്ല. കാരണം അദ്ദേഹം വളരെ ബോൾഡായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇതുപോലെ എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട് വളരെ പ്രഗത്ഭരായിരുന്ന, പലരും DGP ഒന്നും ആക്കാതെ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആക്കാതെ. ബാബുപോൾ സാറ് ചീഫ് സെക്രട്ടറി ആയിട്ടില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും പറയും. അദ്ദേഹത്തെ പോലുള്ള അതിപ്രഗത്ഭനായ ഒരാൾ, അത് എനിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവിയിലിരുന്ന് അദ്ദേഹത്തെ എന്തോ ഓംബുഡ്സ്മാൻ അങ്ങാണ്ടാക്കി മാറ്റി അതങ്ങ് തീർന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആവേണ്ടിരുന്ന പലപ്പോഴും കരുതിയിരിക്കാൻ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നിട്ടില്ല. അല്ല, ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോഴും ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പക്ഷേ ചീഫ് സെക്രട്ടറി ആയി. അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു സാത്വിക ഭാവം കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു, അതായത് ഏത് സർക്കാർ ഭരിച്ചാലും എല്ലാവരുടെയും ആളായിരുന്നു അദ്ദേഹം. അല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറി കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ മലയാള സർവകലാശാലയുടെ സ്പെഷ്യൽ ഓഫീസറും വൈസ് ചാൻസലറുമാക്കി. ഇടതുപക്ഷ സർക്കാർ വന്നപ്പം IMG ഡയറക്ടറാക്കി. അതിങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അദ്ദേഹം. റിട്ടയർ ചെയ്ത് മുതൽ ഇതുവരെ അദ്ദേഹത്തിന് ഓരോ പദവികളുണ്ട്. അങ്ങനെ ഇത്രയും കൃത്യമായി റിട്ടയർ ചെയ്തിട്ട് ഒരു ഇടതടവില്ലാതെ പദവി കിട്ടിയ ഒരാൾ കെ ജയകുമാർ സാറായിരിക്കും. അതെ, അതിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ പ്രശാന്തിനെയും P അശോകിനെയും നിയമിക്കുന്നതിൽ, ഒരു സസ്പെൻഷൻ കാലാവധി, ഒരു സസ്പെൻഷൻ പിൻവലിക്കുന്നതിൽ വലിയ ഒരു കാലതാമസം വരുന്നുണ്ട്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ ഇവരുടെ സസ്പെൻഷൻ പിൻവലിച്ച് ഇവരെ സർവീസിൽ കയറ്റി ഏറ്റവും തന്ത്രപ്രധാനമായ പോസ്റ്റ് നൽകും എന്ന് നമ്മളൊക്കെ ധരിച്ചിരുന്നത്. പക്ഷേ 4 വഴിക്കുന്ന സമ്മർദ്ദം ഉണ്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡോക്ടർ അശോകൻ്റെ കാര്യത്തിലും ചീഫ് സെക്രട്ടറി കണ്ട് സമയം ചോദിച്ചെന്നല്ലേ പറഞ്ഞത് സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ. ഇപ്പം നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ശരി, ചീഫ് സെക്രട്ടറിയാണ് അധികാര കേന്ദ്രം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, ഈ ഉദ്യോഗസ്ഥർ ഒരു റീഷഫ്ലിംഗ് ഉണ്ടായി. ഈ ഷഫ്ലിംഗ് ഉണ്ടായ സമയത്ത് ആ ഷഫ്ലിംഗ് മറ്റു മന്ത്രിമാർ അറിഞ്ഞില്ല എന്നുള്ള ഒരു പരാതി വരുന്നു. അത് UDF അത് തുടക്കത്തിലെ തന്നെ ഒരു കല്ലുകടിയാണ്. അത് ജലസേചന വകുപ്പിൽ സെക്രട്ടറിയെ മാറ്റിയത് ഇദ്ദേഹം അറിഞ്ഞില്ല, മോൻസ് അറിഞ്ഞില്ല. ഇദ്ദേഹത്തിനും അതുപോലെ വ്യവസായ ഡയറക്ടർ വെച്ചത് വ്യവസായ മന്ത്രി അറിഞ്ഞില്ല. അങ്ങനെ അത് എല്ലാവർക്കും ഒരു വലിയ ഇതായി മാറി. പക്ഷേ അപ്പം കൃത്യമായി അദ്ദേഹം VD സതീശൻ്റെ കാര്യത്തിൽ വ്യക്തത കൊടുത്തിരുന്നു. അദ്ദേഹം ഡൽഹിയിലിരുന്നുകൊണ്ടാണ് ഈ നിർദ്ദേശം കൊടുത്തത്. അത് കൊടുത്തത് ചീഫ് സെക്രട്ടറിക്ക്. ഇത് ഈ മറ്റ് വകുപ്പുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി അത് ചെയ്യാതെ പോയി. ആ ചെയ്യാതെ പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു? തുടക്കത്തിൽ തന്നെ സർക്കാർ ഒരു കല്ലുകടി. അല്ല, അത് ഇവരെല്ലാവരും പിണറായി വിധേയന്മാരാണല്ലോ, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും വീണ്ടും. ഇനിയിപ്പോൾ ഈ ജൂൺ 30 വരെയല്ലേ ഉള്ളൂ ഈ ചീഫ് സെക്രട്ടറിക്ക് കാലാവധി. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തെ നീക്കം ചെയ്യാത്തോ, അദ്ദേഹത്തിന് നടപടി വരാത്തോ, അല്ലെ അന്വേഷണം വരേണ്ടതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരേണ്ടതായിട്ടുണ്ട്.
അതൊക്കെ ഇനി ഒരുപക്ഷെ ഉണ്ടാകുമോ, അതോ ഇനി അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല ഈ മുന്നണി തന്നെ അദ്ദേഹത്തിനെ സഹായിക്കുന്ന പലരും ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ വളരെ വളരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള പലരും മറ്റു ഘടകകക്ഷികളെ കൊണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ സംരക്ഷിക്കാതിരിക്കുകയാണ്. അതുപോലെ വേറെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ അശോകിൻ്റെയും പ്രശാന്തിൻ്റെയും വിഷയത്തിൽ ഇവരേതായാലും കർശന നിലപാട് കഴിഞ്ഞ സർക്കാരിനെ എടുത്തതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഇപ്പോൾ ഇരിക്കുന്ന ഈ ചീഫ് സെക്രട്ടറി സഹിതമുള്ളവർ ഇവരെ സൂക്ഷിക്കണം. ഇവർ ആ കഴിഞ്ഞ സർക്കാരിനെതിരെ ഇങ്ങനൊരു അപകടകാരികളാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ ഒരിക്കലും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിങ്ങൾ ഇരുത്തരും, നിങ്ങൾക്ക് ഇവർ പണി തരും എന്നൊരു സന്ദേശം കൂടി ചിലപ്പോൾ ഇവർ കൊടുത്തിട്ടുണ്ടാവാം. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഭീകര ഭരണാധികാരിയെ നേരിടാൻ ഇവർക്ക് സാധിച്ചെങ്കിൽ ഈ വി ഡി സതീശനെ നേരിടാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഒരു അവതരണം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാണാം. പിണറായി ഭരണത്തിൽ അവർ എതിർത്തെങ്കിൽ അത് എന്തുകൊണ്ടാണ്? പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായ ക്രമക്കേടുകളും അഴിമതികളും വീഴ്ചകളും ഈ നാട് കുട്ടിച്ചോറാക്കുന്ന പ്രവണതകളെയാണ് അവർ അതൊരു IAS IPS ഉദ്യോഗസ്ഥന്റെ കടമയാണ്. അപ്പൊ അങ്ങനത്തെ ഈ പിണറായി ശൈലിയിൽ തുടരാനാണ് ഇവർ നീക്കമെങ്കിൽ അവർ പേടിക്കണം. അതായത് പിണറായിയുടെ ശൈലിയിൽ എല്ലാവരെയും അടിച്ചമർത്തി എല്ലാവരെയും ഭയപ്പെടുത്തി തങ്ങളുടെ കൊള്ള നടത്താനാണ് നീക്കമെങ്കിൽ അത് ഈ സർക്കാർ പേടിക്കണം. അല്ലാത്ത പക്ഷം ഒരു സർക്കാർ ഈ ഉദ്യോഗസ്ഥരെ എന്തിനാ പേടിക്കുന്നത്? അത് മാത്രമല്ല സർക്കാരിന് ഗുണമേ ചെയ്യത്തുള്ളൂ. എന്തും തുറന്നു പറയുന്ന ഈ ഉദ്യോഗസ്ഥർ അവർ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എത്രയോ അപകടങ്ങളിൽ നിന്നും ഈ അവതാരങ്ങളുടെ ഇടപെടലുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മുടെ ബാബു പോൾ സാറിന്റെ ആത്മകഥയുണ്ട്, കഥ ഇതുവരെ ഇതിന് ആത്മകഥയാണ്, അതിന് സർവീസ് സ്റ്റോറി പോലെയാണ്. സർവീസ് സ്റ്റോറിയാണത്. നമ്മളത് വായിച്ച് നമുക്ക് അത്ഭുതം തോന്നുന്നു. കാരണം അന്നത്തെ കാലത്തെ നേതാക്കന്മാരും ആ തലയെടുപ്പുള്ളവരാണ്. അച്യുതമേനോനും ബേബി ജോൺ, ആ കരുണാകരനും അങ്ങനെ വലിയ ഉന്നതന്മാരായിരുന്ന കാലത്ത് അവരുമായിട്ടുള്ള വളരെ അടുപ്പം, പേഴ്സണൽ അടുപ്പമുള്ള ആളായിരുന്നു ബാബു പോൾ സാർ. അപ്പോൾ പലപ്പോഴും അദ്ദേഹം ഈ നേതാക്കന്മാർ അബദ്ധങ്ങൾ ചെന്ന് ചാടുന്നതിൽ നിന്ന് ഒഴിവാക്കിയ കാര്യമൊക്കെ ഇതിൽ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മലയാറ്റൂരിൻ്റെ സർവീസ് സ്റ്റോറി, മലയാറ്റൂർ രാമകൃഷ്ണൻ സർവീസ് സ്റ്റോറി, അത് അദ്ദേഹത്തിൻ്റെ നോവൽ യന്ത്രം, ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ എല്ലാ സിവിൽ സർവീസുകാരും ഈ കേരളത്തിൽ ജോലിക്ക് വരുമ്പോൾ വായിച്ചിരിക്കേണ്ടതാണത്. അല്ല, നമ്മൾ കെ കരുണാകരനും ഇ കെ നായനാരും പോലെയുള്ള മുൻ മുഖ്യമന്ത്രിമാർ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സെക്രട്ടറിമാരെ ആശ്രയിച്ച ആൾക്കാരാണ്. കാരണം അവരോട് ചോദിക്കാൻ ഇവർ ഉപദേശം എടുക്കത്തില്ല. പിന്നെ അവർ പറയുന്നതും അവർ കണ്ണുടച്ച് വിശ്വസിക്കത്തുമില്ലായിരുന്നു. കെ കരുണാകരനൊക്കെ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാൾ. കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് അടിയന്തരക്കാലത്ത് രാജന് കസ്റ്റഡിയിലുണ്ടോ ഇല്ലെന്നോ ജയറാം മെഡിക്കൽ പറഞ്ഞ് വിശ്വസിച്ചു എന്നുള്ളത്. അതാണ് അദ്ദേഹം സമാന്തരമായിട്ട് അന്വേഷിക്കണമായിരുന്നു ഇയാൾക്ക് എന്ത് സംഭവിച്ചു. ജയറാം മെഡിക്കൽ അങ്ങനെയല്ല, എങ്ങനെ ഒരാൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വസിക്കേണ്ടത്. മാത്രവുമല്ല ഇത് രാജൻ കേസിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലവും നിയമസഭയിൽ പറഞ്ഞ വേറെയായി പോയി. അത് ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ചു. സംഭവിച്ചാണ് ഈ പിണറായിയെ കുഴി ചാടിച്ച് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരാണല്ലോ. മുഴുവൻ ഇപ്പം KM എബ്രഹാമും ഈ പറയുന്ന MR അജിത് കുമാറും അതുപോലെയുള്ള ഈ പറയുന്ന ജയതിലകും ഇവരെല്ലാമാണ് പിണറായിയെ കുഴിച്ചടിച്ചത്. അത് പലപ്പോഴും ഈ ശക്തനായ ഭരണാധികാരിയാണ് എങ്കിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ ചാടിക്കാനൊന്നും പറ്റില്ല. അവർക്ക് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അവരാരും കൊണ്ട് പഠിപ്പിക്കാൻ അച്യുതമേനോനെ പോലെ ഒരാളിരിക്കുമ്പോൾ ഇവർക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റില്ല. അവർ അദ്ദേഹം എടുക്കാനാണ്, വളരെ പ്രഗത്ഭനായ ഒരാളാണ്. അപ്പോൾ ബാബു പോൾ സാറിൻ്റെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഇടുക്കി ജില്ലാ കളക്ടറായിരുന്നു, ഇടുക്കി ഡാമിൻ്റെയൊക്കെ ചുമതലയായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ അന്ന് പല രാഷ്ട്രീയ കക്ഷികളും ഇദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കും ബാബു പോളിനെ. അപ്പോൾ അദ്ദേഹം അതൊന്നും വഴങ്ങാതിരുന്നു കള്ളക്കഥ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അച്യുതമേനോൻ്റെ അടുത്ത് പോലും പല കള്ളക്കഥകൾ ഇവർ പറഞ്ഞു. പക്ഷേ ഒരു കള്ളക്കഥ അത് വിശ്വസനീയമായ രീതിയിൽ അവർ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് വരുത്തിയിട്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അച്യുതമേനോൻ. അപ്പം ഈ കൃത്യമായി എന്താണ് സംഭവിച്ചത് ബാബു പോൾ സാർ പറഞ്ഞപ്പോൾ അതിന് കൺവിൻസ്ഡ് ആയത് ജോലി തുറന്നുള്ള പറഞ്ഞു. അത് പേടിക്കേണ്ടതില്ല. അതുപോലത്തെ ഉദ്യോഗസ്ഥന്മാരും അതുപോലത്തെ ഭരണാധികാരികളും നമ്മളെ നാട്ടിലാണ്. കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നവരും. അപ്പോൾ കാര്യം അവർ ഈ പല മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെ അമിതമായി ആശ്രയിക്കുന്ന അവർ പണിയെടുക്കുക അവർക്ക് ഒന്നും അറിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്. ഈ ഉദ്യോഗസ്ഥനെ മുഴുവൻ ഏൽപ്പിക്കും. എന്താണെങ്കിലും മറുനാടൻ്റെ ഇടപെടൽ കാരണം 1-2 ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ ഈ സർക്കാരിൽ കടന്നു കയറുന്നത് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെയധികം അഭിമാനവും തോന്നുന്നു, ചാരിതാർത്ഥ്യമുണ്ട്.